കുറേ കാലമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. വേറെ ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൊല്ലത്തോളമായിട്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുറേ പുതിയ പുതിയ സ്റ്റോക്കുകൾ ഇപ്പം കുറച്ച് കയ്യിലുണ്ട്. അതിലൊന്ന് ഈ ടാങ്കിലിപ്പോൾ ഈ ഗാർഡിയൻ കില്ലി ഫിഷിനെയാണ് നിങ്ങൾ കാണുന്നത്. ഈ അടിയിൽ കൂടി ഓടിക്കളിക്കുന്നത് ആ വീഡിയോയിൽ റെഡിക്ക് കാണുന്നില്ല. അപ്പം ഏകദേശം തോടുകളിലൊക്കെ ചെതുപ്പുകളിലൊക്കെ ഉള്ളത് പോലെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്ത് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഔട്ട്ഡോറായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്ന വിധത്തിലാണ് ടാങ്ക് സെറ്റ് ചെയ്തത്. ഈ കാണുന്നതാണ് ബ്രീഡിംഗ് മോപ്പ്. ഇത് ഫാൻസിയിലൊക്കെ കിട്ടും, ചരടുകൾ കിട്ടും. അത് വെച്ചിട്ട് ഞാൻ തന്നെ ഇതിന് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കെട്ടാണ് ഈ കാണുന്നത്. ഇതിലാണ് ഇവന്മാർ എഗ്ഗ് ചെയ്യുക. ഒരു 4 to 8 വരെ എഗ്ഗ് ദിവസം കിട്ടലുണ്ട്. കൂടുതൽ എഗ്ഗുകൾ അത് തന്നെ പാരൻസ് തന്നെ കഴിക്കല പതിവ്. പിന്നെ ഇതിൽ കുറച്ച് റെഡ് ആംഷൻ സ്നെയിലും കുറച്ച് റാബിറ്റ് സ്നെയിലുണ്ട്. അത് ഇതിൽ റെഡിക്ക് കാണുന്നില്ല, വെള്ളം കുറച്ച് പച്ച കളറായതുകൊണ്ട്. ഇത് അടുത്തതായിട്ട് സെറ്റ് ചെയ്ത ടാങ്കാണ്. ഇതിൽ കുറച്ചുകൂടി പണി നടക്കാനുണ്ട്. ഇത് പച്ച കളറിൽ ഈ നെറ്റ് വെച്ച് മൂടിയത് കൊക്കുകൾ വന്ന് മീനിനെ പിടിച്ചുകൊണ്ടുപോകുന്നതിനാണ് നെറ്റ് വെച്ച് മൂടിയത്. ഇതിൽ പണി ഇനി തീർക്കാനുണ്ട്. കുറച്ച് ഫിൽട്രേഷൻ, വേറെ മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ കൂടുതൽ ബോർണിയോയിൽ വെച്ച് തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ. അപ്പോൾ ഇനി ഒഴുക്കുമാതിരിയൊക്കെ കുറച്ച് പണികളുണ്ട്. അതിൽ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നാച്ചുറൽ ഫീലിൽ തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതിൽ കുറച്ച് ചരൽ കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങായിട്ട് ഇവിടെയുള്ള കുറച്ച് ഉരുണ്ട കല്ലുകളാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇവന്മാർ ഇതുപോലെയുള്ള കുറച്ച് അരുവികളിൽ കാര്യങ്ങളിലൊക്കെയാണ് ഉണ്ടാവും. അതുപോലെ വാട്ടർഫ്ലോ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ സ്ട്രീമിൽ വെച്ച് ബോർണിയോയിൽ വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത്. ബാക്കി ടാങ്ക് മോട്ടർ വേറെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഒഴുക്ക് പോലെയൊക്കെ ഉള്ള വിധത്തിൽ ആക്കി കൊടുക്കുക. സബ്മേഴ്സ്ഡ് ആയിട്ടുള്ള പമ്പ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇത് നാച്ചുറലായിട്ടുള്ള ഫീൽ കിട്ടുന്നതുകൊണ്ട് ഈ കല്ലിൻ്റെ ഗ്യാപ്പിലൊക്കെ കുറേ എണ്ണം പോയി നിൽക്കുന്നത് വീഡിയോയിൽ കാണാം. ബോർണിയോ തന്നെ സ്ട്രിപ്പ്ഡ് ബോർണിയോ കിട്ടിക്കുന്നത്. ഇത് നമ്മൾ ബൾക്കായിട്ട് ഇറക്കിയ സാധനമാണ്. ഇപ്പം കാണുന്നതാണ് റാബിറ്റ് സ്നെയിൽ. റാബിറ്റ് സ്നെയിലിൻ്റെ കുട്ടിയാണ്. ഒരു ഇഞ്ച് സൈസ് ആയതാണ്. ഒരു 2 മാസമൊക്കെ പ്രായം കാണും. പിന്നെ ഇതുപോലെ കുറച്ച് ബോർണിയോയിൽ വെച്ച്, അതുപോലെ ഗാർഡിയൻ കില്ലി ഫിഷ്, വൈറ്റ് വിസാർഡ് സ്നെയിൽ, അങ്ങനെ കുറച്ച് സ്നെയിൽസിനും ഫിഷിനായിട്ട് ഇതിലിട്ടതാണ്. അപ്പം ഇതിലും ഇതുപോലെ കൊക്കൊക്കെ പിടിച്ചുകൊണ്ടുവന്ന പ്രശ്നം ആദ്യം ഓപ്പണായിട്ട് ഇട്ടതാണ്. പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പണായിട്ടിട്ട ഒരു ടാങ്കാണ്. അപ്പം ഇത് വേറെ ബേഡ്സിൻ്റെ അറ്റാക്കിങ് കൊണ്ടൊക്കെയാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ ആദ്യം കണ്ടതുപോലെ തൽക്കാലത്തേക്ക് ഒരു വടി വെച്ചിട്ട് കൊക്ക് വരാതൊക്കെ വേണ്ടിയിട്ടാണ് തുണിയെടുത്ത് മറച്ചത്. അത്യാവശ്യം ഇതിലുള്ള കുറേ മീനുകളെ കൊക്കുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് വൈറ്റ് വിസാർഡ് സ്നെയിലിൻ്റെ ബേബീസാണ് കാണുന്നത്, ഈ ഉരുണ്ടിട്ട് കാണുന്നത്. അപ്പോൾ അത് ബ്രീഡായി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കളറിലായിരിക്കും ഇറങ്ങുക. ഗാർഡിയൻ കില്ലി ഫിഷിൻ്റെ എഗ്ഗുകളാണ് ഇപ്പം കാണുന്നത്. അത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പാരൻസ് നോക്കില്ല, സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം ബ്രീഡ് ചെയ്യാൻ. അപ്പോൾ സെപ്പറേറ്റ് കളക്ട് ചെയ്ത് വെച്ചാണ് ഇപ്പം കാണുന്നത്. ഇത് ഹിമാലയൻ റാബിറ്റ്സിൻ്റെ സ്നെയിലിൻ്റെ പാരൻറ്റും 1-2 കുട്ടികൾ ഈ ടാങ്കിൽ തന്നെ ഉണ്ട്. അതിനെയാണ് ഇപ്പം കാണുന്നത്. ഇത് അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് ഈ സ്നെയിൽസ്. അപ്പോൾ അത്യാവശ്യം നല്ല ഡെഡ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത്. ഒരു 10,000+ പൈസക്കുള്ള സാധനം സാധനം എടുത്തപ്പോൾ ഡെഡ് വന്നിരിക്കുന്നു. അത്യാവശ്യം നല്ല ഡെഡ് വന്നിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല കണ്ടീഷനായിട്ടുള്ള ടാങ്ക് ഉണ്ടെങ്കിൽ മാത്രം അതിനെടുക്കുക.
ടെമ്പറേച്ചർ, ഈ അമോണിയ ആക്സസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന് പെട്ടെന്ന് എഫക്റ്റ് ചെയ്ത് പെട്ടെന്ന് ഡെഡ് വരാൻ ചാൻസ് ഉള്ളൊരു സ്നെയിൽസാണിത്. അതിൻ്റെ ബേബീസിനെയാണ് ഇപ്പം കണ്ടത്, 2 കുട്ടികളെ. ഇത് പുറത്ത് ഔട്ട്ഡോറായിട്ട് വെച്ച ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് 1-2 പെയർ മാറ്റി നമുക്ക് കാണാൻ ഷോന് വേണ്ടിയിട്ട് അക്വേറിയത്തിലേക്ക് ഇട്ട പീസാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ ഒരു 3-4 പെയർ ഇട്ടേനി. ഇപ്പം അതിൽ 1-2 ചാടിപ്പോയിട്ടും അല്ലാതെ വാട്ടർ ചേഞ്ച് കൊണ്ടൊക്കെ ഡെഡായിട്ട് ഇപ്പോൾ ഒരു മെയിൽ 2 ഫിമെയിലായിട്ടാണ് ഈ ടാങ്കിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൽസിന്, ഫിമെയിൽസ് സാധാരണ ഇതിൽ കളറ് കുറവായിരിക്കും, മെയിൽസിനാണ് ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. പിന്നെ ഈ കാണുന്ന റാബിറ്റ് സ്നീലിൻ്റെ ഓറഞ്ച് സ്പോട്ട്, ഓറഞ്ച് പോസവുമായിട്ട് വേറെ ഒരു റാബിറ്റ് സ്നീലിൻ്റെ വെറൈറ്റിയാണ് ഈ നേരത്തെ കണ്ടത്. ഇതിൽ ബ്രീഡിങ്ങിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ എഗ്ഗ് ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരു ടാങ്കിൽ നിന്ന്. പിന്നെ ആരെങ്കിലും ഈ കില്ലി ഫിഷിനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഷ്രിമ്പിൻ്റെ കൂടെ കീപ്പ് ചെയ്യുക. അതൊക്കെ ഇതിൽ അത്യാവശ്യം ഷ്രിംപ്സ് ഉള്ളതാണ്. അപ്പോൾ ഫുള്ള് ഇവർ തിന്ന് തീർത്തിക്കുന്നു, എല്ലാത്തിനും അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ പാരൻസ് ഷ്രിമ്പ് സൈസുള്ള കുറച്ചെണ്ണേ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളൂ. അപ്പോൾ ചില സമയങ്ങളിലത് വലുതിനെയായാലും അറ്റാക്ക് ചെയ്യാൻ നോക്കലുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രെഡേറ്റർ ഫിഷാണ്. ചെറിയതിനൊക്കെ കണ്ടാൽ പെട്ടെന്ന് കഴിക്കുന്ന ടൈപ്പ് മീനാണത്, ഗാർഡിനറി കില്ലി ഫിഷ്. റാബിറ്റ് സ്നേലിനിട്ട ഒരു ടാങ്കാണ് ഇപ്പം കാണുന്നത്. ഒരു ബേസിൽ വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ഈ ബോർണിയോ സക്കറിൻ്റെ ബേബീസിനെയും കുറച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരു 9-10 പീസ് ടെട്രാസ് ഉണ്ട്. പിന്നെ കഴിയുന്നത് എല്ലാവരും എയറേഷൻ കൊടുക്കാൻ നോക്കുക, മീനിന് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇതിൽ ബേബീസ് ഭയങ്കര ചെറുതായി റാബിറ്റ് സ്നേലിൻ്റെ ബേബീസ്. അപ്പം എയറേഷൻ വെച്ചതിന് ശേഷം സൈസ് നല്ലോണം കൂടാൻ തുടങ്ങിയിരുന്നു. ബേബീസൊക്കെ നല്ല സൈസ് ആവുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് ഇതുപോലെ എയറേഷൻ വെച്ചെടുക്കുക. എല്ലാ മീനുകൾക്കും എയറേഷൻ ഉള്ളത് നല്ലതാണ് വളർച്ചയിന്, ഓക്സിജനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കാണുന്ന വൈറ്റ് വിസാർഡിൻ്റെ ബേബിയാണ്, വൈറ്റ് വിസാർഡ് സ്നെയിലിൻ്റെ. ഇത് പലവരെയും കളറ് വലുതാകുമ്പോൾ മാറുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയിലും എല്ലാ ഇതിലും കളറ് ചേഞ്ച് ആവുന്നുണ്ട്, ഡാർക്ക് കളറിലൊക്കെ വരുന്നത്. ഇതിനെന്താണെന്ന് അറിയില്ല, ഈ ഒരു ടാങ്കിലുള്ള 1-2 പീസ് കുട്ടികൾ ഇറങ്ങിയതിന് മാത്രം വൈറ്റ് കളറായി വരുന്നുണ്ട് ഷെല്ലിന്. എന്താണെന്ന് വെള്ളത്തിൻ്റേതാണോ എന്താ പ്രശ്നം എന്നറിയില്ല. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വൈറ്റ് വിസാർഡ് സ്നെയിലിനെ പറ്റി അടുത്തതായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.